ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വഴുതനങ്ങ തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വഴുതനങ്ങയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിക തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഒരുപാട് നൈസായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ സാധാരണ മസാലയിൽ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതെല്ലാം കുഴച്ചെടുക്കാം പാകത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയൊക്കെ നല്ലതുപോലെ ഒരു വഴുതനങ്ങയിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമുക്ക് ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം. എന്നിട്ട് മറുവശം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈരനെ എടുക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാ നോർമൽ തൈരാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ട തൈര് എടുക്കുന്നതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരിനെ എടുക്കാനായിട്ട് നോക്കാം. നേരിയ പുളി ഉള്ളതായെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതെ നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസാക്കി എടുക്കൊന്നും വേണ്ട. കുറച്ച് കട്ടിക്കന്നെ ഈ ഒരു തൈര് വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു തൈരിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു വഴുതനങ്ങ ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുക. ഒരുപാട് നേരം ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വഴുതനങ്ങ പെട്ടെന്നിങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പോൾ പതുക്കെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ ഈ ഒരു വഴുതനങ്ങയിൽ മസാലയൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു തൈരിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാകും. പിന്നെ ഈ ഒരു സമയം ഇതിലേക്ക് ഉപ്പ് ആവശ്യമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വഴുതനങ്ങ തൈര് കറി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം പാൻ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ ഒരു ജീരകം ചെറുതായി ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചെറുള്ളിക്ക് പകരം വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഈ ഒരു ജീരകം എല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ ഒരു ഉള്ളി കരിയാതെ നോക്കട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു കളറ് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് അതായത് ഉണക്കമുളക് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തൈരിലേക്ക് ഒഴിച്ചെടുക്കാം.
അപ്പോൾ ഇതാ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നാൽ നമുക്കിതിലെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു തൈര് കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുക്കുമ്പോൾ പതുക്കെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു വറ്റൽമുളകിൻ്റെ അതുപോലെ തന്നെ കറിവേപ്പിലിൻ്റെ ഒക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓഫീസ് ടൈമിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി കറിയാണ്. മാത്രമല്ല വീട്ടിൽ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ അതുപോലെ തന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്